ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി മരിച്ചു പോയിരുന്നു. ആ കുട്ടിയുടെ റീബർത്തായിട്ടാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെയിനിൽ ഈ കുട്ടി ഇരിക്കുന്നത്? ഇവർക്കും പെയിനുണ്ട്, പക്ഷെ കുട്ടിക്കും ഒരു പെയിനാണല്ലോ. കുട്ടി പെയിൻ അറിയുന്നില്ല എങ്കിലും അതെന്താണെന്നുള്ളതിനെ പറ്റിയായിരുന്നു ഞാൻ നോക്കിയത്. അപ്പോൾ കണ്ട കാര്യം എന്ന് പറയുന്നത്, ആ കുടുംബത്തിൽപ്പെട്ട ഒരമ്മ പ്രസവത്തോട് മരിച്ചുപോയി. പിന്നെ ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചു, ആദ്യം രണ്ടാമത് എൻ്റർ ചെയ്യുന്ന കുട്ടിയാണ് ആദ്യം പുറത്തു വരുന്നതെന്ന്. മനസ്സിലായില്ല, ആദ്യം പ്രസവിച്ച ചേട്ടനെയാണല്ലോ, അപ്പൊ രണ്ടാമത് എൻ്റർ ചെയ്യുന്ന കുട്ടിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത്. പിന്നാലെ വന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിന്നാലെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് ആ ശക്തമായ തോട്ട് വേവ്സ് അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് എത്രമാത്രം, അത് ഒരാള് മാത്രമല്ല, രണ്ടാമത്തെ ആളും അതേ തന്നെ ദർശിക്കുന്നു. നമസ്കാരം, ദി അൺഎക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഫോൺ കോൾസ് വരുന്നുണ്ട്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, നമുക്ക് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസം ഒരുപാട് പേരുടെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ടെന്നും, ജ്യോത്സ്യം എന്ന ഈ സയൻസിനെ കുറിച്ച്, അസ്ട്രോളജി എന്ന സയൻസിനെ കുറിച്ച് പുതിയ ഒരു ആംഗിളിൽ നിന്നും വീക്ഷിക്കാനും പുതിയൊരു പെർസ്പെക്റ്റീവ്, കുറച്ചുകൂടെ ആഴമുള്ള, കുറച്ചുകൂടെ വ്യാപ്തിയുള്ള ഒരു പെർസ്പെക്റ്റീവ് കിട്ടാൻ പലർക്കും ഈ പ്രോഗ്രാം സഹായിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ശാന്ത ചേച്ചി കൂടുതൽ അനുഭവങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ചേച്ചി, ഇന്ന് പറയാനുള്ളത് ഒരു കുട്ടിയെ പറ്റിയാണ്. കുട്ടി അല്പം ബുദ്ധിക്ക് തകരാറുള്ള കുട്ടിയാണ്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ അത്യാവശ്യം വേദനയോടുകൂടി തന്നെയാണ് കുട്ടിയുടെ കാര്യം അറിയാനായിട്ട് എന്നെ സമീപിച്ചത്. ഒരേ ഒരു കുട്ടിയുള്ളവർക്ക്. അപ്പോൾ കുട്ടിയെ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, അങ്ങനെയുള്ള കുട്ടികളുണ്ടാകുമ്പോഴുള്ള ആളുകളുടെ ബുദ്ധിമുട്ടൊക്കെ. എന്തുകൊണ്ടാണ് ഇവരുമായിട്ട്, എന്താണ് ഈ കുട്ടിയുടെ ബന്ധം എന്നുള്ളതാണ് ഞാൻ ആ ഒരു ഗ്രഹനില വെച്ചിട്ട് പ്രോഗ്രാംസ് കണ്ടിട്ട് വന്ന. അതെ 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 ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ, 1-2 എപ്പിസോഡിലാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെയാണ്, കുഞ്ഞ് അങ്ങനെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനുമില്ല, നോക്കാനുമില്ല. അതുകൊണ്ട് ഇത് എന്തുകൊണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും ഇവരുമായിട്ട് ഈ കുട്ടി കണക്റ്റ് ആയിരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ അവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിൻ്റെ റീബർത്താണെന്നാണ്. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി മരിച്ചു പോയിരുന്നു. ആ കുട്ടിയുടെ റീബർത്തായിട്ടാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെയിനിൽ ഈ കുട്ടി ഇരിക്കുന്നത്? ഇവർക്കും പെയിനുണ്ട്, പക്ഷെ കുട്ടിക്കും ഒരു പെയിനാണല്ലോ. കുട്ടി പെയിൻ അറിയുന്നില്ല എങ്കിലും അതെന്താണെന്നുള്ളതിനെ പറ്റിയായിരുന്നു ഞാൻ നോക്കിയത്. അപ്പോൾ കണ്ട കാര്യം എന്ന് പറയുന്നത്, ആ കുടുംബത്തിൽപ്പെട്ട ഒരമ്മ പ്രസവത്തോട് മരിച്ചുപോയി. 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, ട്വിൻസ് ആയിരുന്നു. അതിലൊരു കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഗർഭത്തിൽ മരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ. അപ്പോൾ ആ മരിച്ചിരുന്ന കുഞ്ഞാണ് ഈ കുട്ടിയായിട്ട് ജനിച്ചിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മറ്റേ കുട്ടി ഇവരുടെ കൂടെയാണ് വളർന്നിരുന്നത്. ആ കുട്ടി വളരെ നന്നായിട്ട് വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ആ ജീവിച്ചിരിക്കുന്ന കുട്ടിയും ഈ കുട്ടിയും കണ്ടാൽ വളരെ സാമ്യമാണ് പോലും. ഇല്ല, മാർക്കുകൾ പോലും, ശരീരത്തിലുള്ള ബർത്ത് മാർക്ക് അല്ലെങ്കിൽ മറവൊക്കെ ആ കുട്ടിക്കുള്ള പോലെ ഈ ആൾക്കും ഉണ്ട്. ഇപ്പൊ വളർന്ന് വലുതായി ഇരിക്കുന്ന ആളുടെ സെയിം മാർക്സ് ഈ കുഞ്ഞിനുണ്ട്. മാത്രമല്ല, ഈ കുഞ്ഞിന് എല്ലാവരോടും അത്ര സ്നേഹമായിട്ട് പെരുമാറുന്ന കുട്ടിയല്ല, പക്ഷെ അവരോട് ഭയങ്കര അറ്റാച്ച്മെന്റ് പോലും. പണ്ടത്തെ സഹോദരനോട് വളരെയേറെ അറ്റാച്ച്മെന്റ് ആണ്. അവരുടെ അടുപ്പമുള്ള ആൾക്കാരെയും, ആ സഹോദരന്റെ കുട്ടികളെ, ഭാര്യ, അവരുടെ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സ്നേഹമൊക്കെയാണ്. അങ്ങനെയൊരു അനുഭവമാണ് ഉണ്ടായത്. ഈ ശരിക്കും ഇങ്ങനൊരു, ഇതിപ്പോ റീബർത്ത് ഉണ്ടായി, പക്ഷെ ഈ അമ്മയ്ക്കും അച്ഛനും ഈ എന്താ പറയണേ, സഹോദരന്റെ കുഞ്ഞായിട്ട് വേണമെങ്കിൽ ജനിക്കായിരുന്നില്ലേ? ജനിക്കായിരുന്നു. അതിന് പിന്നെ കാലം ദൈർഘ്യം വരുമല്ലോ. പിന്നെ മാത്രല്ല, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് എനിക്കൊരു ചിന്തയായിപ്പോയി. നന്നായിട്ടിരിക്കാമായിരുന്നല്ലോ. അതാണ്, അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആ കുഞ്ഞ് ഗർഭത്തിൽ മരിച്ചിരിക്കുകയായിരുന്നു എന്നാണല്ലോ നമ്മളോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ മരിച്ച ഒരു
ഗർഭപാത്രത്തിനുള്ളിലിരിക്കുന്ന കുഞ്ഞിന്റെ ഒരു ഫീലിങ്സ് ഇല്ലേ, രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവും. രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാല് ഓടി രക്ഷപ്പെടുക എന്നുള്ളതല്ലേ, ഇപ്പൊ റൂം അടച്ച് പൂട്ടിയിരിക്കുന്നത് പോലെയല്ല. ഒരു നിയന്ത്രിതമായ സ്ഥലത്തല്ലേ, ഒരു ജീവനല്ലേ, ജീവനെല്ലാ അറിവുകളും ഉണ്ടാകുമല്ലോ. ആ സ്ഥലത്ത് അനുഭവിച്ചിട്ടുള്ള പെയിൻ, അതിനുള്ളിൽ മരിക്കുന്നു, പിന്നെ അമ്മയും മരിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിന്, നിസ്സഹായതയും ദേഷ്യവും സങ്കടങ്ങളും അതൊക്കെയാണ് ഈ കുട്ടിയിൽ വന്ന് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. ആ മരിച്ച സമയത്തുള്ള മനസ്സിന്റെ അതൊരു കുഞ്ഞിനെ പോലും അത്രയും ബാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഒരു അതിശയമായി തോന്നിയത്. നമ്മൾ പറയും ജീവിച്ചു വന്നു, നമ്മുടെ കർമാനുഭവങ്ങൾ, ലോക വ്യവഹാരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ ബാധിക്കാൻ നമ്മൾ പറയുമല്ലോ. പക്ഷെ ഇത് ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ച കാര്യം പോലും ആ കുഞ്ഞിന്റെ മേലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ജനിക്കുമ്പോൾ അവിടെ പോയി ജനിച്ച എന്തുകൊണ്ടാന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മളുടെ ഒരു ദിവസം, പിതൃക്കളുടെ ഒരു വർഷമാണ് നമ്മളുടെ, അവരുടെ ഒരു ദിവസം നമ്മളുടെ ഒരു വർഷമാണ്. അപ്പൊ കാലഗണനയിൽ അത് വലിയൊരു കാലമൊന്നും അല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാൻ അതിന്റെ ആഗ്രഹം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. മറ്റേ സഹോദരനോടുള്ള ഒരു സ്നേഹം കാണും. അതുകൊണ്ടായിരിക്കും ആ ഒരു രണ്ടാത്മാക്കൾ ഒരു ഗർഭപാത്രത്തിൽ പോയി ജനിച്ചിട്ടുണ്ടാവാം. സ്നേഹം കൊണ്ടും പോകും, അതുപോലെ വൈരാഗ്യം കൊണ്ടും കുട്ടികൾ പോയി ജനിക്കും ഒരേ ഗർഭപാത്രത്തിൽ തന്നെ. അങ്ങനെ ഉള്ളൊരു അനുഭവം എനിക്ക് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ആ ആള് ഒരു ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരനുണ്ട്. ഒരു പ്രായമുള്ള ആളാണ്, 50 വയസ്സൊക്കെ ആയവരാണ്. അദ്ദേഹം നല്ല ജോലിയൊക്കെ ചെയ്ത് ഭാര്യയുമായിട്ട് ജീവിക്കുന്നുണ്ട്, അവർക്ക് കുട്ടികളില്ല. പക്ഷെ ഈ മൂത്ത സഹോദരന്, കൂടെ പിറന്ന ഈ ട്വിൻ സഹോദരൻ തന്നെ എപ്പോഴും ഇവരെ ജനിച്ചപ്പോൾ മുതൽ ഇയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊരിക്കലും എന്നെ വന്ന് കണ്ടിട്ട് ചോദിച്ചു, എന്തിനാണ് ഇയാളിങ്ങനെ നമ്മളെ എപ്പോഴും ഉപദ്രവിക്കുന്നത്? അപ്പൊ ഇയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് അയാൾ ഒരു ജോലിക്കും പോവില്ല, ജോലിക്ക് പോയിട്ടേ ഇല്ല. ഈ സഹോദരനും ഭാര്യയും വിദേശത്തായിരുന്നു, ഇവര് ബോംബെയിൽ താമസിക്കുന്നു. ഒരിക്കലും ജോലിക്ക് പോവില്ല. ജോലിക്കാണെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അമ്മ കൊടുത്തു വിടും, അയാൾ എവിടെയെങ്കിലും പോയിരുന്നിട്ട് വരും. അങ്ങനെ ഒരിക്കലും ജോലി ചെയ്യില്ല. അയാളുടെ എല്ലാ കാര്യങ്ങളും ഇവരാണ് നോക്കുന്നത്. അമ്മയും ഇവരാണ് നോക്കുന്നത്. അമ്മയും നോക്കും, ഈ സഹോദരനെ നോക്കും. പക്ഷെ ഇയാൾ നിരന്തരം ഇവരെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ശപിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഭാര്യ വന്നിടനെ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അവർക്ക് കുട്ടികളുമില്ല, അങ്ങനെ ശപിക്കുക. എപ്പോഴും അവിടുന്ന് ശാപവാക്കളും വഴക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മൂത്ത സഹോദരനോട് അമ്മ സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. ഇളയ മകനോടല്ല സ്നേഹം. മകനാണല്ലോ അവരെ സംരക്ഷിക്കുന്നത്, പക്ഷെ അതിന്റെ പോലും സ്നേഹമില്ല. അപ്പൊ വളരെ ദുഃഖത്തോടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം, പഴയ ജന്മത്തിൽ ഈ അമ്മയും ഈ സഹോദരനെയും ഇദ്ദേഹം വളരെയേറെ ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്റ്റില്, അതിന്റെ ഒരു പ്രതിഫലനം എന്നോണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള അനുഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ വന്നതാണ് ഈ സഹോദരൻ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് അതൊരു വിശ്വാസം വന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരിക്കലും വീണ്ടും എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അന്ന് ടീച്ചർ പറയുമ്പോൾ എനിക്കത് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചു, ആദ്യം രണ്ടാമത് എൻ്റർ ചെയ്യുന്ന കുട്ടിയാണ് ആദ്യം പുറത്തു വരുന്നതെന്ന്. മനസ്സിലായില്ലേ? ആദ്യം പ്രസവിച്ച ചേട്ടനെയാണല്ലോ, രണ്ടാമത് എൻ്റർ ചെയ്യുന്ന കുട്ടിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത്. പിന്നാലെ വന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പിന്നാലെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സ്നേഹം കൊണ്ട് കൂടെ ഒന്ന് പിറക്കാം. പക്ഷെ ഈ അമ്മയെ ചൂസ് ചെയ്തത്, അമ്മയും ഈ സഹോദരനുമാണല്ലോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നത്. അല്ല, ഈ സോള് തന്നെയല്ലേ, ഇദ്ദേഹത്തിന്റെ സോള് തന്നെയല്ലേ അമ്മയെ ചൂസ് ചെയ്തത്? അമ്മയും ദ്രോഹിച്ചിട്ടുണ്ട് ഉള്ളൊരു പൂർവ്വജന്മത്തില് ഇവര് അത്രയും പാർഷ്യാലിറ്റിയോടെ പെരുമാറിയിരുന്നു. കുടുംബത്തിൽ തന്നെ ജനിച്ചിരുന്നത്. ഇപ്പൊ രണ്ടുപേരും വളരെയേറെ പെയിൻ അനുഭവിച്ചിരുന്നു ഇദ്ദേഹത്തെ കൊണ്ട്. അതുകൊണ്ടാണ് ആ അമ്മയും കൂടെ വന്നത്. മനസ്സിലായില്ലേ? അമ്മയായിട്ട് ജനിച്ചിട്ട് പോലും അമ്മയ്ക്ക് ഇദ്ദേഹത്തോട് ഒരു അനുകമ്പയും ഇല്ല. ഇത്ര കാലം 50 കൂടുതൽ വയസ്സുണ്ട് അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ. അപ്പോഴും ഇവരെ ഇവരുടെ ഒരു എന്താ പറയണ്ടേ, ആ ജന്മ ദുഃഖം എന്ന് പറയാം ഈ ചേട്ടനും അമ്മയും. അങ്ങനെ ദുഃഖം കൊടുക്കാനും കൂടെ വന്ന് ജനിക്കും, സ്നേഹം കൊണ്ടും ജനിക്കും. ഈ ആദ്യം പറഞ്ഞ ഒരു കഥയില് ആ കുഞ്ഞ് ഇപ്പൊ പറഞ്ഞു, മറ്റേ അന്ന് കൂടെ ജനിച്ച സഹോദരനോട് അവരെ കാണുമ്പോൾ അവരുടെ ഫാമിലിയോട്, പക്ഷെ അതിന് ബാക്കി എല്ലാവരോടും ഒരു വൈരാഗ്യവും ദേഷ്യവും വരുന്നത് ആ നിമിഷം ഉണ്ടായിരുന്ന ആ ഗർഭത്തിൽ വെച്ചത് അനുഭവിച്ച ദുഃഖത്തിന്റെ പെയിനിന്റെ ഒരു. പക്ഷെ അപ്പൊ അത് ഈ ഒരു ജന്മം മുഴുവൻ കൊണ്ട് അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ അല്ലേ, അല്ലാതെ രക്ഷയില്ലല്ലോ.
അതെ, അതിൽ നിന്ന് രക്ഷയില്ല. അതാണ് ഒരു വേദനാജനകമായ കാര്യം. ഇതുപോലെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ? ഇതുപോലെ ഈ ട്വിൻസിന്റെ സംഭവം. കാരണം നമ്മൾ പലപ്പോഴും പലപ്പോഴും നമുക്ക് അതിശയം തോന്നാറുണ്ട്, എന്തിനാണ് ഈ ട്വിൻസ്. എനിക്ക് തന്നെ പേഴ്സണലി പരിചയമുള്ള ട്വിൻസ് ഉണ്ട്, ഭയങ്കര സ്ട്രോങ്ലി കണക്റ്റഡ് ആണ് അവര്. അപ്പം അത് ഈ ചിലർ പറയും, ഞാൻ പറഞ്ഞു കേട്ടില്ല, എൻ്റെ ഒരു പിടിയില്ല, ഒരേ സോള് തന്നെയാണ് സ്പ്ലിറ്റ് ആയിട്ട് അങ്ങനെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സോളുകളും ഉണ്ട്. തീർച്ചയായിട്ടും ചില ആളുകൾ ചിലരുടെ ജീവിതം തന്നെ മറ്റൊരാളിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് പോലെ, അവരുടെ ഫാമിലി ലൈഫ് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടല്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാം. അതിനുശേഷം അവരെ സംരക്ഷിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന സോളുകളുണ്ട്. സ്പ്ലിറ്റ് സോളായിട്ട് ജനിക്കുന്നവരുണ്ട്. അത് എനിക്ക് മനസ്സിലായില്ല, അതൊന്നുകൂടെ പറഞ്ഞുതരോ? ലൈക്ക് സ്പ്ലിറ്റ് സോളായിട്ട് ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ശരീരം ഒരേ സോൾ തന്നെ ഓക്കെ ജനിക്കാമല്ലോ. അത് ട്വിൻസിൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ? അല്ലാതെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒരേ ശക്തമായ കർമ്മങ്ങളൊക്കെ അനുഭവിച്ചു തീർക്കുന്നുണ്ടെങ്കിൽ രണ്ട് ശരീരം എടുത്ത് രണ്ട് ജീവിതത്തിൽ കൂടി അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് ശരീരത്തിലുള്ളവരും ലൈഫിൽ കണക്റ്റഡ് ആയിരിക്കണം എന്നില്ല. ഇല്ല. അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളൊരു മനുഷ്യ ശരീരം എടുക്കുന്ന, നമ്മൾ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി. അവർ തമ്മിൽ പരസ്പരം അറിയണമെന്ന് പോലും ഇല്ല. അതൊരു പുതിയൊരു വളരെ എന്തോ അതിശയം തോന്നിക്കുന്നത്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു അവയർനെസ് വന്നത്. അത് എനിക്ക് വല്ലാതെ ഒരു ജന്മങ്ങളെ പറ്റിയും, ജ്യോതിഷം മാത്രമല്ലല്ലോ, ഒരു 1000-1500 പേരോളം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ലല്ലോ നമ്മൾ അറിയുന്നത്. പാസ്റ്റ് ലൈഫ് ചെയ്യുമ്പോൾ 17 ലൈഫ് വരെ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലൈഫ് അവർ അനുഭവിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഈ പാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ലൈവായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അവരുടെ പിന്നീടുള്ള ലൈഫിൽ ഉള്ള അവരുടെ മനോഭാവം, അതിൻ്റെ പിന്നിലുള്ളത്, ഇങ്ങനെ പല ലൈഫുകളിൽ എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത്. സ്പ്ലിറ്റ് ആയിട്ട് ജനിക്കും. അങ്ങനെ എന്തെങ്കിലും ലൈക്ക് റിയൽ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് അറിയോ? അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സ്പ്ലിറ്റ് ആയിട്ട് ജനിക്കണമെന്ന്? ഒരേ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഒരേ ഇൻസിഡന്റ്. നമ്മളുടെ ഇപ്പോൾ ഒരു ലൈഫൊക്കെ എടുക്കുമ്പോൾ ചില ലൈഫുകളിൽ, എല്ലായ്പ്പോഴും ഇല്ല, ചില ശക്തമായ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുനർജന്മങ്ങൾ ഉണ്ടാകും. ആ ജന്മങ്ങളുടെ പറ്റിയാണ് പറഞ്ഞത്. അല്ലാതെ സാധാരണ ലൈഫുകൾ പോലെയല്ലല്ലോ. അങ്ങനെയുള്ളത് ഒരേ ഇൻസിഡന്റ് തന്നെ രണ്ടുപേര് പറയുമ്പോൾ അങ്ങനെയാണ് അത് കണക്ട് ചെയ്തത്. അപ്പൊ അവര് രണ്ടുപേരും ചേച്ചിയുടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് എനിക്കുള്ള എക്സ്പീരിയൻസ് ആണ്, മനസ്സിലായില്ലേ? അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് പ്രകൃതി തന്നൊരു അവയർനെസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അതേപോലെ ഒരിക്കലും ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ ഒരാള് അവര് മെഡിറ്റേഷനിൽ ട്രാൻസിലേക്ക് പോയപ്പോ അവര് കാണുന്ന ഒരു ചിത്രമാണ്. അത് ഈ കളമെഴുത്തും പാട്ടൊക്കെ ഉള്ള ഒരു ദേവിയുടെ ചിത്രം വരയ്ക്കില്ല, എനിക്ക് കറക്റ്റായിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല. ദേവിയുടെ വലിയ കണ്ണൊക്കെ ആയിട്ടൊരു വരയ്ക്കത്തില്ലേ, കളമെഴുതുന്നതിന്റെ. അപ്പൊ അങ്ങനെ ഒരു ചിത്രമാണ് കാണുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ആ ചിത്രമാണ് കാണുന്നത്. അപ്പൊ ഞാനിതൊരു അത്രയും പാഷനോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ 100% അതിൽ എഫേർട്ട് ഇട്ടിട്ടേ ഞാൻ ചെയ്യുള്ളൂ, എന്തായാലും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ അങ്ങനെ വീണ്ടും അതിന് എന്താണ് കണ്ണിന്റെ നിറം, ഇങ്ങനെ ഓരോ മുഖത്തെ ആ ഒരുപാട് കളറുകളുണ്ട്, അതൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന കളറാണ് ഇങ്ങനെ അവർ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനതൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവരെ പിന്നീട് വേറെ അതിന്ന് പിന്നെ അടുത്ത ലൈഫിലേക്ക്, ആ പ്രോസസ്സിൽ കൂടി അടുത്ത ലൈഫിലേക്ക് പോയി, കുറേ ലൈഫുകളിലേക്ക് അവർ പോയി. തിരിച്ച് ആ ആള് കഴിഞ്ഞു. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആളിനോട് പറഞ്ഞു, ഇനി അടുത്ത ആൾ കൂടി ഒന്ന് കഴിഞ്ഞിട്ട് എന്നോടൊന്ന് സംസാരിക്കണം, അപ്പോഴേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചു, അവരോട് സംസാരിച്ചു. അവർ ഇതേ ട്രാൻസിലേക്ക് പോകുമ്പോൾ ഇതേ ചിത്രം തന്നെയാണ് കാണുന്നത്. ഇതേ ചിത്രം, ഇതേ മുഖം, ഇതേ കളറുകള്, ആ ഒരേ ഇങ്ങനെ വിവരണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ആളും ആ മനസ്സിലേക്ക് അപ്പോൾ വരുന്ന അതായിരുന്നു. അതെനിക്ക് ഭയങ്കര അതിശയായിപ്പോയി. കാരണം എന്താന്ന് വെച്ചാൽ അപ്പൊ ആ ഒരു ചുറ്റുപാടില്ല, ആ ഒരു നമ്മളിരിക്കുന്ന ആ ഒരു അവസ്ഥയില്,
അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആരോ ഒരു ചിത്രകാരന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരാളത് വരയ്ക്കണം എന്ന് ആഗ്രഹിക്കുക, ഏതോ ശക്തമായൊരു തോട്ട് വേവ്സ് അവിടെയുണ്ട്. അത് ഇവരിലൂടെ പ്രകടമായതാണോ? അവർക്ക് അത് കാണാൻ പറ്റും. ആ മനസ്സിന്റെ ഒരു പ്രത്യേക ഒരു തലത്തിലേക്ക് പോകുമ്പോഴാണല്ലോ ബസ്സിലേക്ക് പോവുക. അപ്പോൾ അവർക്കത് ആ ശക്തമായ തോട്ട് വേവ്സ് അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് എത്രമാത്രം. അത് ഒരാള് മാത്രമല്ല, രണ്ടാമത്തെ ആളും അതേ തന്നെ ദർശിക്കുന്നു. അതാണ് അതിശയം. അത് അവരുടെ ഒരു പേഴ്സണൽ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് ആവണം എന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും അല്ലല്ലോ. അല്ല, അവരുടെ രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് വേറെ ആയിരുന്നു. അവരൊരു ചിത്രകാരന്മാരും ഒന്നും ആയിരുന്നില്ല. പക്ഷെ ആ സ്ഥലവും നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ യാത്രയിൽ അതല്ല, നമ്മൾ ഇരിക്കുന്ന സ്ഥലം അല്ല, നമ്മുടെ ആ യാത്രയിലെ ആ ഉള്ളിലേക്ക്. അതെ, അത് വ്യക്തമായി നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സ്പേസ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മളെ സ്വാധീനിക്കുന്നു നമ്മൾ പറയാറില്ലേ? പല ആഹാരം സ്വാധീനിക്കും, അതുപോലെ പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നത് പോലെ നമ്മൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തെ വേവ്സ് നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നല്ല ചിന്താതരങ്ങളുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രൂഫാണ് നമ്മൾക്ക് ഈ ഒരു ഇതിൽ കൂടി കിട്ടിയത്. കാരണം ആ ഒരു സ്ഥലത്തുള്ള ചിന്താതരംഗങ്ങള് ഇവരെ സ്വാധീനിക്കുന്നല്ലോ, രണ്ടുപേരെ ഒരേപോലെ. അതേപോലെ എവിടെ ഇരിക്കുന്നോ അവിടെയുള്ള ചിന്താതരംഗങ്ങൾ നമ്മളെ സ്വാധീനിക്കും. പക്ഷെ നമ്മളത് അറിയുന്നില്ല. ഇപ്പൊ നിരന്തരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ നിന്ന് നമുക്ക് തന്നെ അറിയാതെ ദേഷ്യം വരും. നിരീക്ഷിച്ച മനസ്സിലാകും എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ചിന്തകള് മറ്റൊരാൾക്ക് സ്വാധീനിക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്ഥലത്തിന് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇത് നമ്മൾ പറഞ്ഞ കാര്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം അല്ല, എന്നാലും സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വന്നു എന്നുള്ളതാണ്. അല്ല, ഈ പാസ്റ്റ് ലൈഫിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തുമാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ലൈഫിൽ നമുക്ക് തന്നെ കൊടുക്കുന്ന എക്സ്പീരിയൻസസ് നമുക്ക് സ്വയം നമ്മളെ ഏതൊക്കെ രീതിയിൽ നമ്മളെ ക്ലെൻസ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഇംപ്രഷൻസും നമ്മളുടെ ഓർമ്മകൾ, മെമ്മറീസും തോട്ട്സും ഒക്കെ ക്ലെൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആയിരിക്കും നമുക്ക് ശരിക്കും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ആസ് പേരൻസ്. ഇപ്പോൾ ഈ പറഞ്ഞു, ഇപ്പോൾ അച്ഛനും അമ്മയും വന്നാണ് ഈ കുട്ടിയുടെ കാര്യം മനസ്സിലാക്കിയത്. അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആസ് പേരൻസ്? ഇങ്ങനെ ഒരു സാധനം റിയലൈസ് ചെയ്തു, ഓക്കെ, ഈ കുഞ്ഞ് ഇങ്ങനെ ഇവിടെ വന്ന് ജനിച്ചതാണ്. സോ വാട്ട് നെക്സ്റ്റ് ഫോർ ദം? അവർക്കതൊരു ഈ ഒരു സാഹചര്യത്തിനെ നേരിടുന്നതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആവും. പിന്നെ കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ അവർക്ക് കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മേലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ പറയാം, ചിലപ്പോൾ വ്യത്യാസം വരും. അഗ്രസീവായിട്ടുള്ള നേച്ചറിനൊക്കെ ചിലപ്പോൾ കുറവ് വരും. ഞാൻ ചോദിക്കുന്നത്, അവർക്ക് അഗൈൻ ഇതൊരു സൈക്കിളാണല്ലോ. അപ്പോൾ ഈ സൈക്കിളിൽ നിന്നും രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേരൻസ് എന്നുള്ള നിലയ്ക്ക് ഈ ജന്മം ഇപ്പം ഈ സിറ്റുവേഷനിൽ അവർ മനസ്സിലാക്കി, അവർ കുറച്ചുകൂടെ കമ്പാഷനേറ്റായി, അവരത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസ് അവർക്കുണ്ടായി, അല്ലെങ്കിൽ മാനസികമായി കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടായി. വേറെ എന്തെങ്കിലും അവർ ചെയ്യാനുണ്ടോ ഇത് ഹാൻഡിൽ ചെയ്യുന്നതിൽ, ഈ ഒരു സൈക്കിളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി? അവരുടെ ആറ്റിറ്റ്യൂഡ് പിന്നെ മാറ്റുന്നത് അവർക്ക് മാനസികാരോഗ്യത്തിന് നല്ലല്ലേ, അവരുടെ സ്പിരിച്വൽ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ കർമ്മബന്ധത്തെ പറ്റിയുള്ള ബോധം ഉണ്ടാകും. അങ്ങനെ ആ രീതിയിലൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് അത് മാറും തീർച്ചയായിട്ടും. പിന്നെ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരെ ഒത്തിരി സഹായിക്കും. ഓക്കെ. അപ്പോൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നമ്മുടെ ഇൻസിഡൻസ് പലപ്പോഴും എന്തെങ്കിലും ഒരു വ്യക്തമായ കാരണം കൊണ്ടോ, അല്ലെങ്കിൽ കാരണങ്ങളുടെ ഒരു സൈക്കിൾ കൊണ്ടോ ഒക്കെ നമുക്ക് വരുന്നതാവാം. അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ നമുക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും നമ്മൾ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ഒരു തിരിച്ചറിവും അവബോധവും നമ്മളെ സഹായിക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നമസ്കാരം.